Hi friends, welcome back to BPG Info channel. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്യാൻവ ആപ്പിലൂടെ എങ്ങനെയാണ് പോസ്റ്റർ നിർമ്മിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്ന് ക്യാൻവ ആപ്പ് ഉപയോഗിച്ച് എങ്ങനെ പോസ്റ്റർ നിർമ്മാണം നടത്താമെന്നാണ് നാം പഠിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി പോസ്റ്റർ ക്രിയേറ്റ് ബ്ലാങ്ക് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഈ ബ്ലാങ്ക് ആയിട്ടുള്ള ക്യാൻവാസിലേക്ക് ഒരു കളർ ബാക്ക്ഗ്രൗണ്ട് കളർ ആഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മൾ ഒരു ഗ്രീൻ കളർ, ലൈറ്റ് ഗ്രീൻ ആയിട്ടുള്ള ഒരു കളറാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യണം. എന്താണ് പോസ്റ്റർ നിർമ്മിക്കാൻ പോകുന്നത് എന്ന് ആദ്യമേ നമ്മളത് കരുതി വയ്ക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു പോസ്റ്റർ നിർമ്മിക്കുന്നത് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ പരസ്യ പോസ്റ്ററാണ് നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആദ്യം നമ്മൾ ആഡ് ഹെഡിങ് സെലക്ട് ചെയ്യണം. അതിനുശേഷം ട്രസ്റ്റ് ഓൺലി ഇൻ ദി ബെസ്റ്റ് എന്ന ലോഗോ നമ്മൾ ടൈപ്പ് ചെയ്യാൻ പോവാണ്. ഇത് ഈ ടെക്സ്റ്റ് കുറച്ച് മുകളിലേക്ക് ഡ്രാഗ് ചെയ്ത് വെക്കണം. അതിനുശേഷം നമുക്ക് അതിന് തൊട്ട് താഴെ കൊടുക്കേണ്ട സബ് ഹെഡിങ് സെലക്ട് ചെയ്ത് അവിടെ അടിക്കേണ്ടേ ദി മോസ്റ്റ് ട്രസ്റ്റഡ് കൺസ്ട്രക്ഷൻ കമ്പനി ഇൻ ദി വേൾഡ്. അതാണ് നമ്മൾ ടൈപ്പ് ചെയ്യാൻ പോകുന്നത്. The word. ഇനി നമുക്ക് തൊട്ട് താഴെ അടിക്കാനുള്ള ടെക്സ്റ്റ് എന്താണെന്ന് കരുതി വെച്ചിട്ട് സബ് ഹെഡിങ് ഒന്നുകൂടി ക്ലിക്ക് ചെയ്യാം. അത് കുറച്ച് താഴോട്ട് വലിച്ചു വയ്ക്കണം, കാരണം മിഡിൽ നമുക്കൊരു ഇമേജ് അപ്ലോഡ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഇമേജ് ഡ്രാഗ് ചെയ്ത് വെക്കാനുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഫോർ മോർ ഇൻഫർമേഷൻ്റെ ഒരു കാര്യമാണ് ഇവിടെ കൊടുക്കാൻ പോകുന്നത്. കമ്പനിയെ കോണ്ടാക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കോണ്ടാക്റ്റ് നമ്പറും കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ടെക്സ്റ്റ് ഒന്ന് ക്രമീകരിച്ച് വെക്കേണ്ടതുണ്ട്. ട്രസ്റ്റ് ദി ഇൻ ദി ബെസ്റ്റ് എന്നുള്ളത് ആ ആൽഫബറ്റ് ഏത് രീതിയിൽ വേണമെന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഹോറിസൺ അതൊന്ന് കറക്റ്റ് ചെയ്താൽ അത് കുറച്ച്
AN കളക്ട് ചെയ്യാം. ഓക്കെ, ഇത് നമുക്ക് കുറച്ചൊന്ന് ഡ്രാഗ് ചെയ്ത് ഓക്കെ, ഇത് മോസ്റ്റ് ട്രസ്റ്റഡ് ആ ടെക്സ്റ്റ് ഏത് തരത്തിലുള്ള എത്ര വലുപ്പം വേണം, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ടൈപ്പിലുള്ള ടെക്സ്റ്റാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇത് കുറച്ചുകൂടി ഭംഗിയായിട്ട് വയ്ക്കാൻ ശ്രമിക്കാം. ഇനി നമുക്ക് ഒരു ഇമേജ് കളക്ട് ചെയ്യണം. ഫ്രീ ടെംപ്ലേറ്റ്സിൽ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് പറ്റിയ ഇമേജ് ഉണ്ടോ എന്നും നോക്കണം. ഫ്രീ ആയ ടെംപ്ലേറ്റ്സ് ഇവിടെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. പക്ഷേ അതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ തീർക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്കൊരു കമ്പ്യൂട്ടറിലെ ഒരു ഫോട്ടോ നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് സെക്ഷൻ ചെയ്യുന്നു. ഇവിടെ ഒരു ഇമേജ് ഉണ്ട്. ഈ ഇമേജ് ഇവിടെ ഡ്രാഗ് ചെയ്ത് വയ്ക്കുകയാണ്. ഓക്കെ, ഒരു കൺസ്ട്രക്ഷൻ മേഖലയിലെ ഒരു ചിത്രമാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. അത് നമുക്ക് ഈ രീതിയിൽ വേണേ വയ്ക്കാം. അതുമല്ലെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ഈ ഡ്രാഗ് ചെയ്ത് ഈ ഇൻഫർമേഷൻ മാത്രം ഒഴിവാക്കിക്കൊണ്ട് മറ്റുള്ളത് പൂർണ്ണമായിട്ടും അതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. Okay. The test only in the best, the most tested construction company in the world. അതിനുശേഷം നമ്മൾ ആ കമ്പനിയായിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പറും അത് ഒരു ടെക്സ്റ്റ് നമുക്ക് അതിൻ്റെ വലുപ്പത്തിലും അതിൻ്റെ കളറിലും ഒരു മാറ്റം വരുത്തണം. യെസ്, ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ടെക്സ്റ്റിൻ്റെ വലുപ്പവും അതുപോലെ തന്നെ കുറച്ച് ഡാർക്കും വന്നിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഒരു പോസ്റ്റർ നിർമ്മിക്കുന്നത്. ഇതിപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ പരസ്യ പോസ്റ്റർ ആണെങ്കിൽ നമുക്ക് പല പല പോസ്റ്ററുകളും ഇതേമാതിരി നിർമ്മിക്കാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മാതൃഭാഷയായ മലയാളത്തിലും നമുക്കൊരു പോസ്റ്റർ നിർമ്മിക്കാൻ നോക്കാം. അതിന് നമ്മൾ ഏഡ് ദ പേജ് ക്ലിക്ക് ചെയ്യാം. ഇതുമാതിരി തന്നെ ഒരു പച്ച ബാക്ക്ഗ്രൗണ്ട് കളറോട് കൂടിയുള്ള ഒരു പുതിയൊരു പേജ് വന്നിരിക്കുകയാണ്. അവിടെ നമുക്ക് മലയാളത്തിലുള്ള ഒരു പോസ്റ്റർ നിർമ്മിക്കുകയാണ് വേണ്ടത്. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? കമ്പ്യൂട്ടറിൽ മലയാളം ഫോണ്ട് ഡൗൺലോഡ് ചെയ്യണം. അല്ലെങ്കിൽ ഈ സ്പീക്കറിൻ്റെ അടുത്ത് കാണുന്നുണ്ടല്ലോ ഇംഗ്ലീഷ്, ഇതുമാതിരി നമുക്ക് മലയാളം കീബോർഡും മലയാളം ഫോണറ്റിക്കും ഇൻസ്റ്റാൾ ചെയ്യണം. ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ അടുത്ത് തന്നെ ചെയ്യുന്നതായിരിക്കും. അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം, എങ്ങനെ ഓപ്പൺ ചെയ്യണമെന്ന് അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ മലയാളം ഫോണറ്റിക്കിലാണ് നമ്മൾ സാധാരണ മംഗ്ലീഷ് അടിച്ച് കാര്യം വളരെ വൃത്തിയിൽ ചെയ്യുന്നത്.
അപ്പോൾ നമുക്കിതെങ്ങനെ ആദ്യം ചെയ്യാം? നേരിട്ട് ഇവിടെ ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് നമുക്ക് ഒരു നോട്ട് പാഡിൽ നമുക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അടിച്ചു വെക്കണം. ഒരു നോട്ട് പാഡ് എടുക്കുകയാണ്. ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് തന്നെ മതി. ഓക്കെ, ഇത് ഓപ്പൺ ചെയ്യുന്നു. അപ്പം നമ്മൾ ഇവിടെ അടിക്കാൻ പോകുന്നത് നമ്മളിപ്പോൾ ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ ഒരു കോളേജ് യൂണിയൻ ഉദ്ഘാടനം, അത് ഇന്നയാൾ നിർവഹിക്കുന്നു. അതിന് ഉദ്ഘാടനത്തിന് ശേഷം ആ കോളേജിലെ കലാകാരന്മാരുടെ സംഗീത വിരുന്നുണ്ടായിരിക്കും. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പോസ്റ്റർ. ആദ്യം നമ്മളിത് അടിക്കുന്നതിന് മുന്നേ നമ്മളിവിടെ മാറ്റം വരുത്തേണ്ടിയിരിക്കും. നമ്മളിപ്പോൾ ഇംഗ്ലീഷിലാണ് അത് കിടക്കുന്നത്, ഫോണറ്റിക്കിലേക്ക് മാറ്റം വരുത്താം. അപ്പം എന്നതിന് ശേഷം നമ്മളിവിടെ അടിക്കാൻ തുടങ്ങാം. കോളേജ്, ഓക്കെ, കോളേജ് യൂണിയൻ ഉദ്ഘാടനം. ഉദ്ഘാടനം ഒക്ടോബർ 27 27 ശ്രീ ഉദ്ഘാടനം ചെയ്യുന്ന ആരാണോ അദ്ദേഹത്തിൻ്റെ പേര് കൊടുക്കാം. ശ്രീ ശ്രീധരൻ ഉണ്ണി. ഒരു ഇമേജിലെ പേര് കൊടുക്കണം. ശ്രീധരൻ ഉണ്ണി നിർവഹിക്കുന്നു. നിർവഹിക്കുന്നു. ഇത് നമ്മളിവിടുന്ന് കോപ്പി ചെയ്ത് നേരെ നമ്മളെ ക്യാൻവയുടെ സൈറ്റ് കൊണ്ടുപോവുകയാണ്. നമ്മൾ നോട്ട് പേഡിൽ നിന്നും കോപ്പി ചെയ്തത് അത് ക്യാൻവ ആപ്പിലെ ക്യാൻവാസിൽ പേസ്റ്റ് ചെയ്യണം. അതിന് ഏടെ സബ് ഹെഡിങ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മളത് പേസ്റ്റ് ചെയ്യണം. ഇതുമാതിരി പേസ്റ്റ് അത് ഡ്രാഗ് ചെയ്ത് കുറച്ച് മുകളിലോട്ട് വയ്ക്കാം. അതിനുശേഷം ഒരു ഇമേജ് നമുക്ക് ഡൗൺലോഡ് ചെയ്യണം. അപ്ലോഡ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്ലോഡ് മീഡിയ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഇവിടുന്ന് ഈ ഇമേജ് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ വന്നിരിക്കുന്നു. ഇത് ഡ്രാഗ് ചെയ്ത് ഇവിടെ വയ്ക്കുകയാണ്. ഓക്കെ,
അതിനുശേഷം നമുക്കൊരു ടെസ്റ്റും കൂടി താഴെ വയ്ക്കണം. എന്തെന്ന് വെച്ചാൽ ഉദ്ഘാടനത്തിന് ശേഷം, കോളേജ് യൂണിയൻ ഉദ്ഘാടനത്തിന് ശേഷം കോളേജിലെ കലാകാരന്മാരുടെ സംഗീത വേദിയുണ്ടായിരിക്കും. നോട്ട് പേഡിൽ നമുക്ക് അതെടുത്ത് കോപ്പി ചെയ്യണം. ഞാൻ ഓൾറെഡി ഞാനത് അടിച്ചു വെച്ചിരിക്കുന്നു. അത് കോപ്പി ചെയ്യാം. ടെക്സ്റ്റ് എടുക്കുക, സബ് ഹെഡിങ്ങിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഈ ഇമേജ് കുറച്ചുകൂടി നമുക്ക് അതിൻ്റെ വലുപ്പവും കൂട്ടാം. ഇതേമാതിരി നമുക്കത് ഡ്രാഗ് ചെയ്തിട്ട് അതിൻ്റെ മിഡിൽ, ഈ ക്യാൻവാസിൻ്റെ മിഡിലിൽ വയ്ക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഫോണ്ട് ഒന്ന് ഫോണ്ടിൻ്റെ കുറച്ചുകൂടി കറുപ്പിക്കാനോ, കാരണം കറുപ്പിക്കാൻ ബോൾഡ് മലയാളത്തിലേക്ക് അങ്ങനെ വരുന്നില്ല, എന്നാലും കുറച്ചുകൂടി ഡാർക്ക്നെസ് കൊടുത്തുകൊണ്ട് നമുക്കത് ഭംഗിയാക്കാം. ഓക്കെ, ഇങ്ങനെയാണ് മലയാളത്തിൽ പോസ്റ്റർ നിർമ്മിക്കുന്നത്. ഇനി നമുക്കിത് രണ്ടും ഡൗൺലോഡ് ചെയ്യാം. PDF ഇതിൽ PNG സെലക്ട് ചെയ്തുകൊണ്ട് ഡൗൺലോഡ് ചെയ്യുക. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ ക്യാൻവ ഉപയോഗിച്ച് ലോഗോ എങ്ങനെ നിർമ്മിക്കാം എന്നാണ് കാണിക്കാൻ പോകുന്നത്. അതുവരെ എല്ലാവർക്കും നമസ്കാരം.